വാ. ഹായ്, എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നൊരു കാര്യമുണ്ട് കേട്ടോ. എനിക്കില്ലേ പിന്നെ അതുമല്ല ഒരു പൊട്ടില്ലേ, ഞാൻ എന്തോ പോലെ ഇരിക്കുന്നു. ഞാൻ വെച്ചാൽ അവരുടെ വണ്ടി അവിടുന്ന് ഓഫായി പോയതായിരിക്കുന്നത്. ഈ ഇത് തരാന്നാണ് ഞാൻ എപ്പോഴും അറിയണത്. പിന്നെ അവരാ സാധനം ഇറക്കിയപ്പോൾ എനിക്ക് തോന്നി നമ്മൾ ഓർഡർ ചെയ്തത് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തത് മാത്രമേ ഉള്ളൂ. പക്ഷെ കട്ടല്ല. ഹായ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നൊരു വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമുള്ളൊരു വീഡിയോ ആണ് എനിക്ക് ഇവക്കൊക്കെ. ഞങ്ങൾ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങൾക്കൊരു റിംഗ് ലൈറ്റ് വാങ്ങണം എന്നുള്ളത്. അപ്പോൾ ഇന്ന് ആമസോണിൽ നിന്ന് റിംഗ് ലൈറ്റ് വന്നിട്ടുണ്ട്. ഞങ്ങൾ പാക്കൊന്നും പൊട്ടിച്ചിട്ടില്ല, അപ്പോൾ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പാക്കൊക്കെ പൊട്ടിച്ചിട്ട് സെറ്റാക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇപ്പോൾ കൊണ്ട് തന്നേ ഉള്ളൂ. 1000 സംതിങ് ആണ്. 1500 ഇടയിലാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ടിക്ടോക്കില് വീഡിയോസ് ചെയ്യുന്ന സമയത്ത് എല്ലാരും ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഭയങ്കര സങ്കടമായിരുന്നു. ഞങ്ങൾക്ക് ഇല്ലല്ലോ എന്ന്. പിന്നെ ആ പൈസയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആ സമയത്ത് വാങ്ങിയില്ല. പിന്നെ ടിക്ടോക്ക് ബാൻ ചെയ്ത സമയത്ത് ഞാനൊരു ആശ്വസിച്ചോ സമാധാനം. എല്ലാരും ടിക്ടോക്ക് വല്ല സങ്കടമുണ്ട്. അപ്പൊ ഇനി ഈ റിംഗ് ലൈറ്റ് ഇനിയിപ്പോ വേണ്ടല്ലോ എന്ന് വിചാരിച്ച് പിന്നെയാണ് ഇൻസ്റ്റാഗ്രാമിൽ ഐഡി തുടങ്ങിയത്. അപ്പൊ എല്ലാരും ഇതാണ്ടേ അതിലും കൊണ്ടുവന്നത്. അപ്പൊ ഞങ്ങക്ക് വാങ്ങണം വെച്ചാൽ ഇന്നാണ് ഇപ്പൊ അതിനൊരു മുഹൂർത്തം ഒത്തത്. ഞാൻ രണ്ടാഴ്ചയായിട്ട് ഓർഡർ ചെയ്തിട്ട് ഇന്നാണ് വന്നത്. അപ്പൊ ഇപ്പൊ കൊണ്ട് തന്നേ ഉള്ളൂ. അപ്പോൾ റിംഗ് ലൈറ്റ് എങ്ങനെയുള്ളതെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് നിങ്ങൾ ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ലൈക്ക്, ഷെയർ, കമൻറ്റ് അങ്ങനെ എല്ലാ രീതിയിലും നല്ല സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുകയാണ്. എനിക്ക് ഇത്രയ്ക്ക് സപ്പോർട്ട് തന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. മുന്നോട്ട് ഇതേ മോഡലിൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പിന്നെയും വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോയും കൂടി അല്ല ഈ വീഡിയോസൊക്കെ ഉണ്ടാവും. ഈ ഒരു വീഡിയോ ഓക്കെ. അപ്പം നമുക്ക് പാക്ക് പൊട്ടിക്കാം. അങ്ങനെ ഇന്ന് ഞങ്ങൾക്ക് കൊണ്ടു തന്ന ആമസോണിന്റെ സൂപ്പർ 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 അപ്പൊ ഉണ്ടല്ലോ നമുക്കിത് പൊട്ടിക്കാം. അപ്പൊ ഇതിന്റെ പ്രൈസ് എന്ന് വെച്ചാൽ 1100 സമയത്തിന് നോക്കട്ടെ, ഇതിലുണ്ടോ നോട്ടെ. ഇതില് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇതിൽ പ്രൈസ് ഒന്നും എഴുതിയിട്ടില്ലല്ലേ? പ്രൈസ് ഒന്നും എഴുതിയിട്ടില്ല. അപ്പൊ ഞാൻ ഗൂഗിൾ പേ വഴി കൊടുത്തതായിരുന്നു. അപ്പൊ ഇതില് നമ്മളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. സ്റ്റാൻഡും ആണ്. റിംഗ് ലൈറ്റും സ്റ്റാൻഡും എങ്ങനെ ഉണ്ടാവും നോക്കാം, നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ. പലർക്കും ആമസോണിൽ വാങ്ങിയതൊന്നും കൊണ്ടുവരാന്നാണ് പറയുന്നത്. പിന്നെ അത്ര പറ്റ വില കുറവുള്ളത് വാങ്ങാഞ്ഞത്. നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ നാശമായി പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് സങ്കടമാവുമല്ലോ. അതുകൊണ്ട് കുറച്ച് നല്ല തന്നെ കുറച്ച് ക്വാളിറ്റി വിചാരിച്ചു. അപ്പൊ കൂടി വന്ന ഒരു വർഷം അല്ലെങ്കിൽ ഒരു മാസം ഭയങ്കര ഹാപ്പിയാ. ഞങ്ങൾ ഇന്ന് വരും വിചാരിച്ചില്ല അല്ലേ. കൊറേ കാലമായി ആഗ്രഹിക്കുന്നു റിംഗ് ലൈറ്റ് വാങ്ങണം. ഇവർ പാക്കിങ് നല്ല പാക്കിങ്ങാ, പക്ഷെ നല്ല കട്ടിയിലിടും. കാര്യം പൊട്ടാതെയും. കത്രിക ഉണ്ടോ? ഇത് പൊട്ടിക്കാൻ ഇത്തിരി പ്രയാസമാണ്. അതാണ് ആമസോൺകാരുടെ ശക്തി. കാര്യം അത് പൊട്ടിക്കാൻ ഇത് പൊട്ടാതിരിക്കാൻ എത്രയും കട്ടിയിലിട്ട് ഒന്നും അറിയത്തില്ല. ആയില്ല. ഇനിയിപ്പോ ഞാൻ പോയി എടുക്കണം. ഒക്കെ നല്ല പനിയായിരുന്നു. വേറെ കൈ വെച്ച് പൊട്ടിച്ചാൽ കുറേ സമയം പിടിക്കും. അപ്പോൾ ഞാൻ കത്രിക എടുത്തിട്ടേ ഇത് പൊട്ടിക്കട്ടോ. ബ്ലേഡ് വെച്ച് പൊട്ടിക്കുക. കത്രിക പെട്ടെന്ന് നോക്കിയിട്ട് കാണുന്നില്ല. ഞാൻ തോന്നുന്നില്ലല്ലോ ഇത് അതാണ് പുതിയ ബ്ലേഡാ. നല്ല മൂച്ചുണ്ടാവും. ഞാൻ പറഞ്ഞില്ല അവരെ പാക്കിങ് പൊളിയാണെന്ന്. കൈ കൊണ്ട് വെച്ചേക്കാം. സ്റ്റാൻഡ് ഉണ്ട് അതിൻ്റെ കൂടെ. പിന്നെ സ്റ്റാൻഡ് വേണമല്ലോ റിംഗ് ലൈറ്റിന്. അപ്പോൾ
ചില കുറഞ്ഞ പ്രൈസിന്റെ ഒന്നും സ്റ്റാൻഡ് ഇല്ല കേട്ടോ. സ്റ്റാൻഡ് പിന്നെ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് വ്യത്യാസം ഉണ്ടാകും. അപ്പൊ സ്റ്റാൻഡ് പോലെ ആയിരിക്കില്ലല്ലോ ഇത്. അവരുടെ ബ്ലേഡ് ഭയങ്കര മൂർച്ചയാണ്. അപ്പൊ ഇതാണ് സ്റ്റാൻഡ്, വലിയ സ്റ്റാൻഡ് കേട്ടോ. ഇവിടെ താങ്ക് യു സോ മച്ച് ആമസോൺ. അപ്പൊ ദേ റിങ് കിട്ടി. ഇത് നമ്മുടെ സ്റ്റാൻഡ് വാങ്ങിയപ്പോൾ തന്നെ ഇവിടെ ഇതുണ്ടെന്നേലും ഇവിടെ നോക്കുമ്പോ ഇത് പൊന്തും, ഇവിടെ നോക്കുമ്പോ ഇതിന്റെ വീതി അനുസരിച്ച് അതാന്ന് തോന്നുന്നു. കവറാണ്, കവറിൽ നിന്നും ദേ റിങ്. അവര് നല്ല ഇതാട്ടോ, പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആട്ടോ ഈ കമ്പനി. അടിപൊളി. അപ്പൊ നമുക്ക് ഇതൊന്ന് ലിപ്സ്റ്റിക്കായി സ്വിച്ച് ഇതൊക്കെ ഉണ്ടല്ലേ വാക്കിങ് ചെയ്യാൻ. അപ്പൊ ഇവിടെ ഫോണ് വെക്കാം, അത് താത്ത. പിന്നെ ഇതിങ്ങനെ താത്താനൊക്കെ പറ്റും. അപ്പൊ സ്റ്റാൻഡ് നമുക്കിതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കണേ. അപ്പൊ ഞങ്ങൾ എന്തായാലും കാണിക്കും, അത് ഉറപ്പാണ് വർക്ക് ചെയ്യുമ്പോ അല്ലേ. വർക്ക് ചെയ്തിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യട്ടോ. ഇതിപ്പോ എന്തിലാ കുത്തുന്നത്? അത് മറ്റേ ഇതിലായിരിക്കും, സ്വിച്ചിന്റെ മറ്റേ ഒരു ഇതുപോലല്ലേ, ചാർജ് ഇടുന്ന മറ്റേ സാധനല്ലേ. ചാർജ് ഇടുമ്പോൾ കാര്യങ്ങളൊക്കെ ഒന്നും എഴുതിയിട്ടുള്ളതല്ല. നോക്കട്ടെ കേട്ടോ. പിടിച്ച ഇതെന്താ അറിയോ, ഇത് തട്ടുമ്പോ ഇത് താവും അല്ലേ. നല്ല താത്തു വലിച്ചു വലിച്ചു ചെയ്തിട്ട് നോക്കട്ടെ. വിളിച്ച വേണോ നോക്കട്ടെ. സംഭവം എങ്ങനെയാണെന്നുള്ളത് എനിക്ക് വലിയ ഐഡിയ അല്ല. ഒരു ഐഡിയ ലാഗ് അടുപ്പിക്കുന്നില്ല. ഞങ്ങളപ്പോൾ ഇത് സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ യൂട്യൂബിൽ നോക്കി ഈ കാര്യങ്ങളൊക്കെ കുറേ ഉണ്ട് കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് സ്റ്റാൻഡാണ്. സ്റ്റാൻഡ് നമുക്ക് എത്ര ഹൈറ്റിൽ വെക്കാം കേട്ടോ, നല്ല ഹൈറ്റുണ്ട്. പിന്നെ ഇതിൻ്റെ എൻഡിൽ ഒരു ഇതേ മോഡലിൽ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ജസ്റ്റ് എടുക്കണം. അതവർ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതായിരുന്നു. എന്നിട്ട് ഇത് നമുക്കിതിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. സ്ക്രൂ മോഡലാണ്, നമുക്ക് ടൈറ്റ് ചെയ്യാം. ആദ്യം കാണുമ്പോൾ സംഭവം എന്താണെന്നൊന്നും മനസ്സിലായില്ല. പിന്നെയാണ് നമ്മളിത് അല്ല യൂട്യൂബ് സെർച്ച് ചെയ്താൽ മതി, ഇതുപോലെ കുറേ പേര് പറയുന്നുണ്ട്. മലയാളം ഉണ്ട്, എല്ലാം ഉണ്ട് അല്ലേ, എല്ലാം ഉണ്ട്. ഇത് ടൈറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ എനിക്ക് തോന്നാ ഇങ്ങനെ വെച്ചിട്ട് ഈ ഭാഗം ഇവിടെ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇത് ചെരിഞ്ഞൊക്കെ ആയിരുന്നു ഇരിക്കുന്നത്. കറക്റ്റ് ആക്കി നേരല്ലേ. ഇവിടെ ഇങ്ങനെ ഒരു റൗണ്ട് പോലെയായിരുന്നു, കണ്ടോ, ഇങ്ങനെ ഇളകി കളിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ലൈറ്റ് ഇട്ടില്ല കേട്ടോ. ഇതിപ്പോൾ ഇതേ ടൈറ്റായി, ഇപ്പോൾ ഇതേ കറക്റ്റായി നിന്നു. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ റിംഗ് ലൈറ്റ് അതിൻ്റെ അടിയിൽ ഇതിൽ പ്രസ് ചെയ്ത് ഇങ്ങനെ ചുറ്റാം. വീഴല്ലേ, ചത്താലും വീട്ടില്ല. ഇത് അതിൻ്റെ കൂടെ കറക്കുക, ഇതിൻ്റെ കൂടെ കറക്കാണ്. എൻ്റെ കയ്യിൽ നിലത്തെങ്ങാനും വീണാ പോയി കാര്യം. അതാണ് വട്ട കറക്കും. അറിയല്ലേ, ചാർജറാണ്. ചാർജാണോ അല്ലേ. ഇങ്ങനെ വട്ടം കറക്കുക. അപ്പോൾ ഇത് നല്ല ടൈറ്റായിട്ട് നിന്നിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ, എങ്കിൽ മാത്രമേ ഇത് ടൈറ്റായി നിൽക്കുള്ളൂ. ബോൾ പോലെ ഒരു സാധനമാണ് ഇവിടെ. എന്താ ഡോറൊക്കെ വരച്ചോണ്ടിരിക്കുക, ഏതോ ഉദ്ദേശിച്ച് പോകുന്നുണ്ട്. അപ്പൊ അത് കണ്ടിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് പ്രസ് ചെയ്യണം. എല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രയാസമാണ്. ഞാൻ നോക്കിയിട്ട് വരാം. ഭയങ്കര സൗണ്ട്. ഞാൻ നോക്കിയിട്ട് വരാം. ആയി എന്താ കാണാൻ പറ്റില്ലേ? നിർത്തി, ഞാൻ പോകുന്നില്ല. കാണാൻ പറ്റുന്നില്ല. പിന്നെ ഇത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ തിരിക്കാം, മറയ്ക്കാം, ഇങ്ങനെ ചെരിക്കാം, എടുക്കാം ഒക്കെ ചെയ്യാം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ, നിലത്ത് വീണാ പോലായിരിക്കും. വേണ്ട വീണാൽ മതിയായിരുന്നു. പ്രസ് ചെയ്ത് ആദ്യത്തെ ഒരു പ്രശ്നം ഉണ്ടാവും. അതിനുശേഷം നമുക്ക്
ഞാൻ തന്നെയല്ലേ യൂസ് ചെയ്യാം. അവളെ കുഴക്കുമ്പോൾ ഞങ്ങൾ സൗണ്ട് കേൾക്കുന്നില്ല. അപ്പൊ ഞാനൊന്ന് പോയിട്ട് അവിടെ നോക്കിയിട്ട് വരാം കേട്ടോ. ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാവേ. ഇതൊന്ന് ഉള്ളിലോട്ടാക്കിയിട്ട് പിന്നെ നോക്കാം. അയ്യോ അതെന്താ നേരത്തെ തോന്നുന്നു. ഇതോ ഇല്ല അതെ ഇവിടെ ഫാനൊക്കെ കാണുന്നുണ്ടല്ലേ? കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ അങ്ങോട്ട് തിരിക്കട്ടെ, തിരിച്ചു പിടിച്ചോട്ടോ. ഇവിടെ അല്ല ഇവിടെ അങ്ങോട്ടാണ് നിൽക്കുന്നത്. സാധനം നോക്കല്ലേ. നീ ഉണ്ടായിട്ടാണ് ഇല്ല ഇല്ല താഴത്ത് നമുക്ക് കുറച്ച് എന്താ പറയാ മറ്റേ പുറപ്പൊക്കെ എടുത്ത് വെക്കാം. ഇനി ഇതിൽ ഫോൺ വെച്ചിട്ട് വീഡിയോ ചെയ്യാം. ഇത് എന്ത് ചെയ്യാം? നമ്മൾ വീഡിയോ എടുത്ത് നമ്മൾ ഇവിടെ ഇൻസ്റ്റാഗ്രാമിൽ ഇടുമ്പോൾ തന്നെ ഐഡിയിൽ ഇടാം. അപ്പോൾ ഇതെന്താ ഓൺ ആക്കാനും ഓഫ് ആക്കാനും. അപ്പോൾ ഇത് എങ്ങനെയാണ് നോക്കണം? ഇപ്പോൾ അതിൽ കുത്തി നോക്കാം. അതിലാണ് നോക്കണ്ടത് അല്ലല്ലോ. നോക്കാം. ഓണായി ചാർജറാ. അയ്യോ ദേവി ഷോപ്പിലൊക്കെ ഇങ്ങനെ ഓരോ മൈജിയോ ഷോപ്പിലൊക്കെ പോലെ അതില് വേറെ വേറെ കളർ വീഡിയോസ് ചെയ്യാൻ പാകത്തിനായിട്ടുണ്ട്. ഇത് ഇതെന്താണ് ഇവിടെ ഇത് ലൈറ്റ് മാറ്റിക്കൊണ്ടിരിക്കണം. നമുക്ക് ലൈറ്റ് മാറ്റാം. കണ്ടോ 2 ലൈറ്റ് 3 ലൈറ്റ് അല്ലേ? കണ്ടോ 3 ലൈറ്റ് ഉണ്ട് ഇതില്. അയ്യോ ഞാൻ ഓഫ് ആക്കാം ഓൺ ആക്കാം ഒക്കെ ചെയ്യാം. നമ്മൾ വീഡിയോ എടുത്തിട്ടൊന്ന് നോക്കട്ടെ.